ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു മാർബിൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണേ. ബീറ്റർ ഒന്നുമില്ല, ഒരു മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, അല്പം ബേക്കിംഗ് പൗഡർ, 2 കോഴിമുട്ട, 1/4 കപ്പ് പാല്, 2 സ്പൂൺ ബട്ടർ, 1 സ്പൂൺ കൊക്കോ പൗഡർ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ മൈദയിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ഇട്ട് നന്നായിട്ട് പൊടിച്ചു കൊടുത്തു. പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് മുട്ടയും വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുത്തായിരുന്നു. അതിനുശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ പൊടി അതിൻ്റെ കൂടെ ബട്ടറും പാലും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തു. ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ആ ബാറ്ററിൻ്റെ പകുതി എടുത്ത് ഞാൻ മാറ്റിയിട്ട് അതിലേക്ക് കൊക്കോ പൗഡർ ചേർത്തു. അങ്ങനെ കൊക്കോ പൗഡർ ചേർത്ത ഒരു ബാറ്ററും ചേർക്കാത്ത ഒരു ബാറ്ററും, അങ്ങനെ 2 തരത്തിലുള്ള ബാറ്റർ ഞാനിവിടെ റെഡിയാക്കിയായിരുന്നു. ഇതിനിടയിൽ തന്നെ ഈ കേക്ക് തയ്യാറാക്കാനുള്ള കേക്ക് ടിൻ ഞാൻ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നതിനിടയിൽ തന്നെ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് 2 സൈസ് ബാറ്ററും മാറി മാറി ഒഴിച്ചു കൊടുത്തു. മാർബിൾ കേക്കിന് അല്പം ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ചെറുതായി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഓവനിലേക്ക് എടുത്ത് വെച്ചു. 200 ഡിഗ്രിയിൽ 40 മിനിറ്റ് ആണ് ഈ കേക്ക് ബേക്കാവാനുള്ള ടൈം എടുത്തത്. അങ്ങനെ 40 മിനിറ്റിന് ശേഷം എടുത്തു നോക്കിയപ്പോൾ നല്ല മനോഹരമായ ഒരു കേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കേക്കിൻ്റെ ടേസ്റ്റൊക്കെ എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ കേക്കിന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് എൻ്റെ ആങ്ങളയുടെ മക്കൾക്കാണ്. ഇടയ്ക്കൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഇതൊരു ബിസിനസ്സൊന്നുമല്ല, വെറുതെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ മടി പിടിച്ചിരുന്നു. പിന്നെ ഈ കുട്ടികളെ കാണാൻ ചെല്ലുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്ക് തന്നെ വേണമെന്നൊരു വാശിയായിരുന്നു. എന്തായാലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കേക്ക് ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ കേക്കുമായിട്ട് ഞങ്ങൾ കുട്ടികളെ കാണാൻ പോയി. അവിടെ ചെന്നു കേക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ അവരത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കും ഒരു സമാധാനമായത്. ഇതാണ് എൻ്റെ കേക്ക് ഉണ്ടാക്കലിൻ്റെ കഥ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.